എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. ഈ ചിലരൊക്കെ നമ്മളിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവര് പ്രതീക്ഷിക്കുന്ന കാര്യം നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ അത് നീ ചെയ്തില്ലെന്ന ഒറ്റ കാരണത്താലാ ഇവനെതിരെ കോപം ഉണ്ടായി. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ചെല്ലു പറയത്തില്ലയോ, അവൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ എന്താ കുഴപ്പം? അച്ഛനെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാ എന്താ കുഴപ്പം? മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ചിലരൊക്കെ തലയിടാൻ ശ്രമിക്കുന്നു. അതിന് വിനയപ്പെട്ട് കൊടുക്കാത്തത് കൊണ്ട് അവർ കോപത്തോടെ അവരെ എതിർക്കുക. ഇവിടുത്തെ ഒരു വിശേഷത ഞാൻ നിങ്ങളോട് പറയാം. ഹാമാന് മൊർദെഖായിയെ ഒറ്റയ്ക്ക് എതിർക്കുന്നത് ഒരു കുറച്ചിലായിട്ട് തോന്നി. അതുകൊണ്ട് പറഞ്ഞ അവനെ വേണ്ട, ആ കുലത്തെ മൊത്തം. നമുക്ക് 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 6-ാമത്തെ വാക്യം, എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. മതി. അപ്പം ആരോടുള്ള വൈരാഗ്യ? മൊർദെഖായിയോട്. ഇപ്പൊ അത് ആർക്കാ എഫക്ട് ചെയ്തേ? യഹൂദ മതത്തിന് മൊത്തം. ഒരു വ്യക്തിയോടുള്ള എതിരോ ആ കുടുംബത്തെ മുഴുവൻ കയറി ബാധിച്ചു. പക്ഷെ ഞാനൊരു ദൂത് പറയാം, ആർക്കു വേണേ കോപിക്കാം നിന്നോട്, പക്ഷെ നീ പ്രയർ നിർത്തരുത്. ദൈവകൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ബോധ്യം തരിക. ചില വീടിന്റെ മുഖച്ഛായ മാറാൻ പോകുന്നു, ചില സന്തതികളുടെ മുഖച്ഛായ മാറാൻ പോകുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ. ഒരു വ്യക്തിയോടുണ്ടായ വൈരാഗ്യം ഒരു കുടുംബം മുഴുവൻ ഉടച്ചു കളയുവാൻ നിഗൂഢ പദ്ധതിയുമായി എഴുന്നേറ്റാലും നീ പ്രയർ നിർത്തരുത്. ആര് വേണേ കോപിച്ചോട്ടെ, ആര് വേണേ കൂട്ടുകെട്ടുണ്ടാക്കിക്കോട്ടെ, പ്രയർ നിർത്തരുത്. അപ്പൊ ഒരു വ്യക്തിയോടുള്ള കോപം ആ യഹൂദ മതത്തെ മുഴുവൻ ബാധിക്കത്തക്ക രീതി. സത്യത്തിൽ മൊർദെഖായിയെ ഉപദ്രവിച്ചാൽ പോരായോ? ആ മതം മൊത്തം തൊടണോ? ഒരു വ്യക്തി ആ സബ്ജക്റ്റ്, പക്ഷെ ആ വീടിന് മുഴുവൻ എതിര്. പക്ഷേ ആരെതിർത്തിട്ടും പ്രാർത്ഥിക്കുന്ന മൊർദെഖായി പ്രയർ നിർത്തിയില്ല. വചനം അറിയാവുന്നൊരു വാക്ക് പറഞ്ഞു വിടുക. അവസാനം എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചവൻ മുദ്രമോതിരം കയ്യേറിട്ടു. കോപത്തോട് എഴുന്നേറ്റവൻ ഒരു കഴുകമരത്തിൽ തൂങ്ങിയാടി. ഓ ഗ്ലോറി ടു ഗോഡ്. ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ കുടുംബത്തോട് വർഷങ്ങളായി വൈരാഗ്യത്തോടെ നിൽക്കുന്ന ചിലരുടെ മുൻപില് ദൈവത്തിന് നീതി കാണിക്കാനുണ്ട്. നിന്നോടുള്ള നീതി, പ്രാർത്ഥിക്കുന്ന നിന്റെ ഫാമിലിയോടുള്ള നീതി. നിന്റെ കുടുംബത്തിലൊരു പുതിയ പണി തുടങ്ങിയതാണ് നിനക്കെതിരെ എഴുന്നേറ്റ 1-ാമത്തെ എതിര്. സ്തോത്രം. ചിലർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് പണി തുടങ്ങിയപ്പോൾ, ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ, ഒരു യാത്ര തുടങ്ങിയപ്പോൾ എതിരായത്. ഇന്നത് പൊട്ടിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. 2-ാമത്തെ ദൂത ഒരു വ്യക്തിയോട്, മകനോടാകട്ടെ മകളോടാകട്ടെ, ഒരാളോടുള്ള വൈരാഗ്യം നിന്റെ കുടുംബത്തെ മുഴുവൻ തീർത്തു കളയാനാ നോക്കുന്നേ. പക്ഷെ ദൈവാത്മാവ് പറയുക, നീ ഭയപ്പെടേണ്ട. ആ എതിരുകളെ പൊട്ടിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇനി 3-ാമത്തെ ദൂത്, 3-ാമത് എതിര് വരുന്ന 3-ാമത്തെ മേഖല, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം ഒഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെ നേരെ മുഖഭാവം മാറി
ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ആരെ ആരാധിക്കണമെന്നുള്ളത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ആണോ? പ്രത്യേകിച്ച് ഇന്ത്യ മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ഇവിടെ ആരെ ആരാധിക്കണമെന്നുള്ളത് അവരവരുടെ തീരുമാനമാണ്. അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കാനും അവരവർ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഒരു രാജാവ് പറയുക, ഇന്ന് തൊട്ട് സ്തോത്രം ഞാൻ പറയുന്ന ആളെ മാത്രമേ ആരാധിക്കാവൂ. സ്തോത്രം. ഈ ചിലർക്കൊരു കുഴപ്പമുണ്ട്. അവര് പറയുന്ന പോലെ അവരുടെ വീട്ടിലുള്ളവർ ആരാധനയ്ക്ക് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ അവർക്ക് കോപം മുഴുക്കും. പക്ഷെ ആരാധിക്കുന്നവർക്ക് ആര് കോപം മുഴുത്താലും ഒരു പേടിയില്ല. ഒരാമയും വരുന്നില്ല. അപ്പൊ ചില കോപം എഴുന്നേൽക്കാൻ കാരണം ആരാധനയോട് ബന്ധപ്പെട്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. ഹല്ലേലൂയ. ചിലർ നിന്നോട് വൈരാഗ്യത്തോടെ നിൽക്കുന്നത് ആ വിഷയത്തിലാണ്. പക്ഷെ നീ ആരാധന നിർത്തരുത്. ബൈബിള് പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ രാജാവിനൊരു മാറ്റം, കോപിച്ചവനൊരു മാറ്റം നിന്നിലൂടെ ഉണ്ടാകണം. ഒരാമയും പറഞ്ഞാട്ട്. രാജാവ് പറഞ്ഞു, സ്തോത്രം, ഈ 3-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ മതി. കാരണം അതിപ്പം വായിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന കാര്യവും ഈ വചനത്തിൽ ഇത്രയും മാത്രമേ ഉള്ളല്ലോ ദൂത്. രാജാവ് തീച്ചൂള 7 മടങ്ങ് കത്തിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ആരാധനയുടെ മേൽ കർത്തൃത്വം നടത്താൻ ആരെഴുന്നേറ്റ് നിന്നോട് കോപിച്ചാലും നീ പേടിക്കരുത്. അവര് കത്തിക്കുന്ന തീയേക്കാൾ വലിയ തീ രക്ഷിക്കപ്പെട്ട നിന്റെ അകത്തുണ്ട്. എത്ര പേര് ആമീൻ പറയും? ഇന്ന് പകൽ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കർത്താവിനെ കണ്ടവന് ചങ്കൂറ്റം വേണം. ഞാൻ കർത്താവിനെ കണ്ടെന്ന് ആരുടെ മുമ്പിൽ പറയാൻ മിണ്ടുന്നില്ല. ഒന്നുകൂടെ പറയാം. കർത്താവിനെ കണ്ടിട്ടുള്ളവര് പറയണം, ഞാൻ കർത്താവിനെ കണ്ടെന്ന് പറയാൻ ചങ്കൂറ്റം വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാജാവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ഉടനെ അവര് പറയാം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് പറഞ്ഞ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ദൂത് പറയുക. ചിലർ കോപിച്ചെന്ന് കരുതി തീരുമാനം മാറ്റരുത്. അമ്മച്ചൻ കോപിച്ചാൽ തീരുമാനം മാറ്റരുത്. അപ്പൻ വസ്തു എഴുതി തന്നില്ല, തീരുമാനം മാറ്റരുത്. സകലത്തിന്റെ ഉടമസ്ഥൻ ക്രിസ്തുവ. 3 മേഖല. അതിലെ ലാസ്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ സംഭവിച്ചത് എന്താ. ഹല്ലേലൂയ. യഹൂദ ബാലന്മാരെ എടുത്തോണ്ട് പോയവരെ കത്തിപ്പോയി, കരിഞ്ഞു താഴെ വീണു. രാജാവ് മന്ത്രിയുടെ കൈക്ക് പിടിച്ചു ചോദിച്ചു, മന്ത്രിയെ 3 അല്ലയോ ഇട്ടത്? 4 പേരുണ്ടല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു 1, 2, 3. 1, 2. അയ്യോ, കണക്ക് തെറ്റിയോ? 1, 2. രാജാവ് പറഞ്ഞു, അല്ല, 4-ാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് ദൈവത്തിന് സ്തോത്രം യഹൂദ ബാലന്മാരെ വിളിച്ച് പുറത്തിറക്കി. എന്നിട്ട് നോക്കിയേ, അവരുടെ തലമുടി കരിഞ്ഞ മണം പോലും ഒരു മെഴുകുതിരി തലയിലോട്ട് കൊണ്ടുവന്ന എന്ത് സംഭവിക്കും? ഇത്രയുടെ കാണുക. ഞങ്ങൾക്കൊന്നും പിന്നെ കുഴപ്പമില്ല, കൊണ്ടുപോയാ കരിയാനില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. നല്ല മുടിയുള്ള ഒരാൾ മെഴുകുതിരി കൊണ്ടുപോയാ ഒരു ശബ്ദമുള്ളൂ. മുടി കരിയുന്ന ഭയങ്കര സ്മെല്ല. പക്ഷെ തീയുടെ മണം തട്ടിയില്ല. എന്നിട്ട് സംഭവിച്ചത് എന്നാന്നറിയോ?
നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നി. രാജാവ് പറയാ, എനിക്ക് എഴുതാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ ഇന്ന് 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ കണ്ടത്? മിണ്ടുന്നില്ല. നീ ഇത് പറഞ്ഞപ്പോഴേ എന്നാ പിന്നെ പുള്ളി പറഞ്ഞതിനെ ആരാധിച്ചു പോയായിരുന്നേ, ഈ രാജാവ് ആയുസിൽ എഴുത്തെഴുതത്തില്ല. കണ്ടോ, മിണ്ടുന്നില്ല. നീ ഒന്ന് പിടിച്ചു നിൽക്കാവോ? നീ ഒറ്റക്കൊന്ന് നിൽക്കാവോ? നീ ഒരാൾ മതി, നിന്റെ വീട് മുഴുവൻ രക്ഷിക്കപ്പെടും. ഓ ഹല്ലേലൂയ! എത്ര പേര് ആമീൻ പറയും? ആമീൻ. നീ ഒരൊറ്റ ആള് മതി ആ ദേശം വിടുവിക്കപ്പെടാൻ. യേശുവിന് വേണ്ടി നീ നിൽക്കണം, ദൈവത്തിന് വേണ്ടി നീ നിൽക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം. നീ നിമിത്തം ആ ദേശം വിടുവിക്കപ്പെടും.